ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് സമീപം രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഭൂഗർഭ ആണവ കേന്ദ്രം തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. കഴിഞ്ഞ ജൂണിലുണ്ടായ യുദ്ധത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ മാറ്റിയ പ്രധാന കേന്ദ്രമാണിതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ടെഹ്റാന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ ഭൂഗർഭ കേന്ദ്രത്തിന് മിൻസാദഹി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ രഹസ്യമായി വികസിപ്പിച്ചെടുക്കുകയായിരുന്നുവെന്ന് IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡ്രഫിൻ പറഞ്ഞു. ഇറാന്റെ നീക്കങ്ങൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ജൂണിലെ യുദ്ധത്തിനു ശേഷം സുരക്ഷിതമായ ഇടമെന്ന നിലയിലാണ് ഇറാൻ ഇവിടേക്ക് പരീക്ഷണങ്ങൾ മാറ്റിയത്. എന്നാൽ ഇസ്രായേൽ വ്യോമസേന അതീവ കൃത്യതയോടെ നടത്തിയ ആക്രമണത്തിലൂടെ ഈ കേന്ദ്രം നശിപ്പിക്കുകയായിരുന്നു. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളാണ് ഇവിടെ വികസിപ്പിച്ചുകൊണ്ടിരുന്നതെന്നും ഈ കേന്ദ്രം തകർത്തതിലൂടെ ഇറാന്റെ ആണവമോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയതെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഇറാനിൽ ഇസ്രായേൽ 400-ലധികം ബോംബുകൾ വർഷിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണമാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്. ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷവും ഇറാൻ തങ്ങളുടെ സൈനിക ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിട്ടില്ലെന്നും വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റുകയായിരുന്നുവെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തി. അതേസമയം US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം ഇന്ന് രാത്രി പൊതുദർശനത്തിന് വെക്കും. ടെഹ്റാനിലെ ഇമാം ഖമേനി മുസല്ലയിൽ 3 ദിവസത്തെ വിലാപ ചടങ്ങുകൾ നടക്കും. അലി ഖമേനിയുടെ പിൻഗാമിയായി ആരു വന്നാലും അവരെ ഇസ്രായേൽ വധിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന ആരും സുരക്ഷിതരായിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.